പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന് മഹത്വം 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 മഹത്വം. യേശു കർത്താവിന് സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രമപ്പ. കർത്താവേകയ്ക്ക് മഹത്വമപ്പ മഹത്വമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, കെപ്സയൽ പ്രയർ ഗ്രൂപ്പില് കർത്താവിന്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമായി കർത്താവടിയിൽ ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി സിസ്റ്റർ റേച്ചൽ തോമസ് അവരുകളോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ദേവദാസന്മാർ, ദേവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവർക്കും, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവമായി കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് വചനത്തിന് മൂലമായി ഇന്ന് പകൽക്കാലം എല്ലാവരോടും സംസാരിക്കുമാറാകട്ടെ. ആണ്ടവരുടെ രക്ഷകരുമാകി യേശു ക്രിസ്തുവിൻ இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நீங்களும் நானும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஏனென்றால் கர்த்தருடைய பிள்ளையை கைவிடப்பட்டு போகும், தள்ளப்பட்டு போகாதபடி அவருடைய காலச்சத்தம் கேட்கும் பொழுது நிச்சயமாகவே அவரோடு கூட நாமும் கடந்து செல்ல வேண்டுமாக. ஆம், கர்த்தருடைய பிள்ளையை ஒவ்வொரு பொழுதும் அவரை துதிக்க வேண்டும், அவரை ஆராதிக்க வேண்டும், அவரோடு கூட இணைந்து கொள்ள வேண்டும் என்பதை இந்த நாளில் நான் உங்களுக்கு தெரிவிக்கிறேன். வாருங்கள், ஒன்று சேர்ந்த தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியே நான் உண்டு என் ஆண்டவர் சொன்னார் அல்லவா, நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். ஆம், கர்த்தருடைய பிள்ளைகளே, ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்புடன் அழைக்கிறேன். പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ നമുക്ക് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ ഹോസ്പിറ്റലിലും മറ്റുമായി അഭയം പ്രാപിക്കുന്നു. പ്രിയരെ, അനേകർ വെന്റിലേറ്ററിലും ഒക്കെ ആയി കഴിയുന്ന പല പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നു. അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടട്ടെ എന്ന്, എല്ലാവരോടും സംസാരിക്കട്ടെ എന്ന് നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പഴയ ഗാനം നമുക്ക് പാടാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്കിൽ എന്തു കഷ്ടമേ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന ദോർക്കായ്കിൽ എന്തു കഷ്ടമേ, ഇപ്പാരിൽ നിൻ ജനങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെ പോൽ ജീവിച്ചിട്ട്, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന ദോർക്കായ്കിൽ എന്തു കഷ്ടമേ, ദൂരവേ അല്ല മാരണം എന്നാർക്കറിയാം ക്ലേശം എല്ലാ സമയങ്ങൾ, ദൂരവേ അല്ല മാരണം
എന്നാർക്കറിയാം ലേശം എല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് പാടുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാമല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ, കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞോ ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞോ ചിലർ വ്യാപാര ചന്തയിലോ, കള്ള കേസിനോ പോയി കച്ചേരി തിണ്ണയിലോ, കള്ള കേസിനോ പോയി കച്ചേരി തിണ്ണയിലോ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. പ്രിയ ദൈവമക്കളെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഈ വൈകിയ വേളയിൽ വചനവുമായി ഈ അടിയൻ കടന്നു വരുന്നു നാഥ. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, വചനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് വചനം കടന്നു ചെല്ലുമ്പോൾ കർത്താവേ, അവരിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ, അവർക്കൊരു വിടുതൽ ഉണ്ടാകുവാൻ, അവർക്കൊരു ആശ്വാസം ഉണ്ടാകുവാൻ എൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചാട്ടെ. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും കർത്താവ് ഓർത്തു ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, കൃപ കൂടെ ഇരുന്ന എല്ലാവരെയും അപ്പച്ചൻ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങളുടെ വചനത്തിന് മുൻപിൽ ഉണ്ടാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം നാഥ. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ ആരംഭ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പീൻ.
പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പേൻ. പ്രിയരെ, നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഉറക്കം 2 തരത്തിലാണ്. ആത്മീയ ഉറക്കമുണ്ട്, ഭൗതിക ഉറക്കവുമുണ്ട്. പ്രിയരെ, ഇവിടെ നമുക്ക് ആത്മീക ഉറക്കത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുവാൻ അവകാശം ഇല്ല. ഏത് നേരത്തും ഉണർന്നിരിക്കണം. കാരണം എന്താ? തന്റെ മണവാളൻ വരും. മണവാളൻ വന്നാൽ മണവാളനോട് കൂടെ പോകുവാനുള്ള ഒരു ഒരുക്കമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രിയരെ, 1 കൊരിന്ത്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, വിശ്വാസത്തോട് കൂടി യേശുവിന്റെ അരികിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന്റെ സന്നിധി വിശ്വാസത്തോടു കൂടി സമർപ്പിച്ചാട്ടെ. പ്രിയ ദൈവമക്കളെ, ആവശ്യങ്ങളെ തേടി നാം വിദേശത്തേക്കല്ല പോകേണ്ടത്. പിന്നെയോ ആവശ്യങ്ങളെ നാം ഉയരത്തിലേക്ക് നോക്കി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവജനം കരങ്ങളെ ഉയർത്തി തന്നെ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ദേശത്തിന് വേണ്ടി ഒക്കെ നമുക്ക് ഈ നാളുകളെ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദേശത്ത് അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ, ഉണ്ടാകാതിരിക്കുവാൻ ദൈവം കാവൽക്കാരെ അന്വേഷിക്കുന്നു എന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നത്. അവൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിനായി ഒരു പുരുഷാരത്തെ ഞാൻ അന്വേഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയരെ, പ്രാർത്ഥന എന്ന മതിൽ കെട്ടുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ദേശത്തിനായി നാം പ്രാർത്ഥിക്കണം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, നമ്മുടെ സൊസൈറ്റിക്കായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പ്രാർത്ഥന ജീവിതമുണ്ട്? ഇന്ന് അനേകരുടെ ജീവിതം പ്രാർത്ഥന ജീവിതം ഇല്ല പ്രിയരെ. ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയുക, ഇതാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇവർ മാറി നിൽക്കും. എന്താണ്? കർത്താവ് എന്തെങ്കിലും ചെയ്തു, മറുപടി എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെയുള്ള ചിന്തയുമായിട്ട് അവർ കടന്നു വരും. എന്നാൽ ഇവർ പ്രാർത്ഥിക്കാറില്ല. പ്രിയ ദൈവ പൈതലേ, എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ വൈകിയവേളയിൽ സമർപ്പണമുണ്ട്? സഹോദരങ്ങളെ, ആത്മീക ജീവിതത്തിൽ മയക്കം സംഭവിച്ചുവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം എന്തിനു വേണ്ടിയാണ് ഉണരേണ്ടത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉണരണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഒരു ദൈവ പൈതൽ ഉണരേണ്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉണർന്നും തീഷ്ണത ഉള്ളവരാകണമെന്നും വചനം വ്യക്തമായി വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം എന്തിനു വേണ്ടി ഒരു ദൈവ പൈതൽ ഉണർന്നിരിക്കണം? എന്തിനു വേണ്ടിയാണ് ഉണർന്നിരിക്കേണ്ടുന്നത്? ഒന്നാമതായിട്ട് ഒരു ദൈവ പൈതൽ യേശു വരാറായി, അതിനുവേണ്ടി ഉണരണം. പ്രൈസ് ദി ലോർഡ്. യേശു വരാറായി എന്റെ പ്രിയരെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം എല്ലാവരും എന്ത് ചെയ്യണം? നാം ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 24:42 വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അറിഞ്ഞാലോ എന്റെ പ്രിയരെ, ഇപ്പോൾ 5:30 മണിക്ക് കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവമക്കളായിരിക്കുന്നവരും മറ്റവരും എല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നറിയാമോ? ഹല്ലേലൂയ, 5:30 ഒരു 2 മിനിറ്റ് മുൻപേ പോയി ചെന്ന് ഏതെങ്കിലും ഒരു ദേവദാസനോട് പറയും, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണേ, ഹല്ലേലൂയ, എനിക്ക് യേശുവിന്റെ കൂടെ പോകുവാനാണെന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, വചനം എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങൾ കർത്താവിന്റെ വരവിന്റെ, കർത്താവിന്റെ നാൾ അറിയായ്ക കൊണ്ട്,
ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ മടങ്ങി വരവ് അഥവാ കർത്താവിന്റെ രണ്ടാം വരവിനെ ലക്ഷ്യമാക്കിയാണ് ദൈവമക്കളെ നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അനേകരുടെ സ്നേഹവും പ്രത്യാശയും ഒക്കെ തകർന്നിരിക്കുന്ന ഒരു കാലമായത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന അവരുടെ ആത്മീക സന്തോഷവും സമാധാനവും ആത്മീക കൃപാവരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ എന്റെ ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. സ്നേഹിത, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഉറക്കത്തിലാണോ? ഹല്ലേലൂയ. അനേകരും ഈ ലോകത്തിലെ നന്മകളുടെ പിന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയൊക്കെയാ പ്രാർത്ഥനകളും കൂട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അരുമനാഥൻ എപ്പോൾ വേണമെങ്കിലും വരും, നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുത്. അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ട്. അത് കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ്. അതാരും തന്നെ നഷ്ടമാക്കി കളയരുത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ എഴുതിയത് എന്താണെന്നറിയാമോ? ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ പിടിച്ചു കൊള്ളുക. ഇന്ന് പൽക്കാലം ദൈവ പൈതലേ, വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത്, നിനക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കി വെച്ചിരിക്കുക. അത് നഷ്ടമാക്കി കളയരുത് കേട്ടോ. സഹോദരങ്ങളെ, യേശുവിന്റെ വരവടുത്തു എന്നറിഞ്ഞിട്ടും നീ ഉറക്കത്തിലാണോ, മയക്കത്തിലാണോ? നിന്നോടൊരു സാക്ഷി പറയാൻ പറഞ്ഞാൽ, ഓ ഞാൻ പിന്നെ പറഞ്ഞോളാം. ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ, ഞാൻ പിന്നെ പറഞ്ഞോളാം. അടുത്ത ആഴ്ച വേണം, ഞാൻ ചെയ്തോളാം. ഈ ആഴ്ച എനിക്ക് തിരക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിസിറ്റിംഗ് പോയാൽ ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഓ ഞാൻ ആ സിസ്റ്ററിന്റെ വീട്ടിലാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. ഇവിടെ പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം എന്താ കുറഞ്ഞു പോയോ? എന്റെ സഹോദരങ്ങളെ, നീ എന്താ മയക്കത്തിലാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയാൽ കിരീടം നഷ്ടമാകും. പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകരുത് സഹോദരനെ, സഹോദരിയെ. പിന്മാറിപ്പോയാൽ കിരീടം നഷ്ടമാകും. മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് പ്രതിഫലം വാങ്ങുവാനായിട്ട് ഉണരണം, ഉണർന്നിരിക്കണം. പ്രതിഫലം വാങ്ങുവാനായിട്ട് ഉണർന്നിരിക്കണം. പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 12:37 വരുമ്പോൾ യേശു പറയുന്നു, ഞാൻ വരുമ്പോൾ, ഹല്ലേലൂയ, താൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുമ്പോഴാണ് പ്രതിഫലം ലഭിക്കുന്നത്, ഉറങ്ങിക്കിടക്കുന്നവർക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തി കൊടുത്തു കൊടുക്കുക. ഉണർത്തിയതിനു ശേഷം ആർക്കും പ്രതിഫലമില്ല. ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പ്രതിഫലം എന്നത് നാം അറിഞ്ഞു കൊള്ളണം. ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടും എന്റെ സഹോദരങ്ങളെ, കർത്താവ് വരുന്നേരത്ത് ഉറങ്ങിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എന്താണ്? ഹല്ലേലൂയ. എന്ത് പ്രയോജനമാണ്? ആകയാൽ ദൈവ പൈതലേ, നാം ഉണർന്നിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം സമയമുള്ളവർ നിങ്ങൾ വായിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. 12:35-36 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും യജമാനൻ വാതിൽ മുട്ടാം. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും യജമാനൻ വാതിൽ മുട്ടാം. ആയതിനാൽ നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ആ സമയത്ത് വിളക്ക് കെട്ടുപോയി എന്ന് പറഞ്ഞ ഹല്ലേലൂയ ദൈവമക്കളെ, അവിടെ ഇവിടെ എണ്ണയ്ക്ക് വേണ്ടി പോകരുത്. പ്രൈസ് ദി ലോർഡ്. എണ്ണയില്ലാതെ ഉറങ്ങിപ്പോയാൽ ഒരിക്കലും പ്രവേശനം ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യജമാനൻ വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുവാൻ വേണ്ടി നീ ഉണർന്നിരിക്കണം. സഹോദരിയെ, നിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ നിനക്കുണ്ടായിരുന്ന നിന്റെ പ്രാർത്ഥന എവിടെ? ഹല്ലേലൂയ. 2 മണിക്കും 3 മണിക്കുമൊക്കെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച ചില നാളുകൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ നിനക്ക് എന്താ സംഭവിച്ചത്? മന്ദീഭവിച്ചു പോയോ? നീ മയക്കത്തിലാണോ? നീ ഉറക്കത്തിലാണോ? അതോ നീ പിന്മാറ്റത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുമനാഥൻ വരും. ഹല്ലേലൂയ. കഥകിൽ മുട്ടും. ഹല്ലേലൂയ. ദൈവ പൈതലേ, അരുമനാഥന്റെ ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ നീ അരുമനാഥനോട് കൂടെ പോകുവാൻ തക്കവണ്ണം നീ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി മാറണം. കർത്താവിൽ നീ ബലം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവ മക്കൾ, നാം എന്ത് ചെയ്യണം? കിരീടം പ്രാപിക്കുവാനായിട്ട് നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 21:36 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവോളം മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചും ഉണർന്ന
ഉണർന്നു കൊണ്ടിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ പ്രാർത്ഥിക്കും? എനിക്ക് എന്റെ പ്രയർ ഗ്രൂപ്പില് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പേര് സരോജിനി എന്നാണ്. എന്റെ ദൈവമക്കളെ, ഒരു ദിവസം എന്റെ ഇൻബോക്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏകദേശം ചില ദിവസങ്ങളിൽ 4 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതിനൊരു മടുപ്പുമില്ല. ജോയിൻ ചെയ്ത നാള് മുതൽ ഇന്ന് വരെ, ഇന്ന് നേരം വെളുത്തപ്പിന് 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, മുമ്പേ അവന്റെ രാജ്യത്തെയും നീതിയെയും കുറിച്ച് അന്വേഷിപ്പീനെന്ന, അതോടുകൂടി സകലതും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ രാജ്യത്തെ കുറിച്ചും നീതിയെ കുറിച്ചൊക്കെ എന്റെ സിസ്റ്ററെ, ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല. ചാറ്റിംഗ് ചെയ്തേ നേരത്തെ ഓടിക്കുക. പിന്നെ എങ്ങടാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത്? സഹോദരി, സോഷ്യൽ മീഡിയ നല്ലതാ കേട്ടോ, പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൂടെ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മെസ്സഞ്ചറിൽ കയറി അനാവശ്യമായി കൂട്ടുപിടിക്കുക, അനാവശ്യമായി ചാറ്റ് ചെയ്ത നേരം നീ നഷ്ടപ്പെടുത്തരുത്. എന്റെ അരുമനാഥൻ വന്നു പോകും, നീ അറിയ പോലുമില്ല കേട്ടോ. നിനക്കിവിടെ ചാറ്റ് ചെയ്ത് ഇവിടെ കിടക്കാം. പക്ഷേ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, എന്റെ കർത്താവ് വരാറായി. അത് പറ, അതാ സുവിശേഷം. എന്താ ലജ്ജയാണോ? പറയാൻ കഴിയുന്നില്ലേ? നിന്റെ അയൽവാസികളോട് പറ, രക്ഷിക്കപ്പെടാത്ത നിന്റെ സുഹൃത്തുക്കളോട് പറ. സഹോദരി പറയൂ, സഹോദര, എന്റെ യേശു വരാറായി. എന്റെ യേശുവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയം മുൻപിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ഇവിടെ വസിക്കണം, അറിവിനായി കാത്തിരിക്കണം. ദൈവമക്കളെ, എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രമെന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യേ നിന്ന്. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യേ നിന്ന്. എന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ, ആ പ്രകാശം ലോകം കാണട്ടെ. എന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ, ആ പ്രകാശം ലോകം കാണട്ടെ. ചോര ചെടിയുടെ തണലിൽ ഉറങ്ങിക്കിടക്കും ഏലിയാവേ, എഴുന്നേറ്റു തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നാം സുബോധമുള്ളവരായിരിക്കണം, ഉറങ്ങിപ്പോകരുത്. ആമേൻ, ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവ പൈതലേ, പ്രതികൂലങ്ങളെ കണ്ട് നീ അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് നേരവും എന്റെ മണവാളൻ വരും, എന്റെ കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കർത്താവിനെ വരവേൽക്കുവാൻ ഏത് നിമിഷവും ഒരുങ്ങി കാത്തിരിക്കുന്നവര് ഹല്ലേലൂയ തീരുവാൻ ദൈവം ഈ നാളുകളായി നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. ഒരു വ്യക്തിയോടെങ്കിലും
ഹല്ലേലൂയ. എന്റെ യേശു കർത്താവ് വരുന്നു എന്നതിനെ കുറിച്ച് ഒന്ന് സാക്ഷ്യമായി പ്രസ്താവിച്ചുകൂടെ? എന്തെല്ലാം കാര്യങ്ങളാ നേരം വെളുത്താലുടൻ സന്ധ്യ വരെ, ഉറക്കം വരുന്നത് വരെ മറ്റെല്ലാ വിഷയങ്ങളിൽ തലയിടുകയാണ്. ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കുന്നു, ആവശ്യമില്ലാത്തടത്ത് പോയി നിൽക്കുന്നു. പക്ഷേ എന്റെ യേശു വരാറായിന്ന് പറയുന്നുണ്ടോ? മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിൽ ലജ്ജയുണ്ടാവരുത് സഹോദരി. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവ പൈതൽ ഹല്ലേലൂയ ഉണർന്നിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, പരീക്ഷകളെ ജയിപ്പാൻ നാം ഉണർന്ന് ഇരിക്കണം. പരീക്ഷകളെ ജയിപ്പാൻ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 26:41 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സാത്താൻ പലതരത്തിലാണ് അവന്റെ തന്ത്രങ്ങളെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാളുകളായി നാം ഓരോരുത്തരും അത് അറിഞ്ഞുകൊണ്ട് വേണം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ. സാത്താൻ വല വിരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ അത് ആ വലയിൽ പെടുത്തുവാൻ, നിന്നെ അകപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കും. സഹോദരനെ, സഹോദരിയെ, പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നവോ, പ്രാർത്ഥനയുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ പിശാചിന് നിന്നോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരുങ്ങിയിരിക്കുന്നവരെ വിഴുങ്ങുവാനാണ് പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഒരുങ്ങിയിരിക്കുന്നവരെ ആമേൻ വിഴുങ്ങുവാൻ വേണ്ടി പിശാചാണവൻ പദ്ധതി ഒരുക്കുന്നു എന്നത് ഈ നാളുകളായി നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ ഒക്കെ ചിത്രിപ്പുണ്ടാക്കുന്നു, ചർച്ചയില്ലാതെ സംസാരിക്കുന്നു, മോശമായ വാക്കുകൾ, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അവസാനം അടിയായി പിടിയായി. ഇതൊക്കെയല്ലേ ദൈവമക്കളെ? ഇത് പിശാച് കൊണ്ടുവരുന്ന ഒരു വലിയ തന്ത്രമാണ്. അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആരിലും എവിടെ നോക്കിയാലും താഴ്മയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഒരുത്തർക്കും വിട്ടുകൊടുത്തു പോകുന്ന ഒരു മനോഭാവമില്ല. പ്രൈസ് ദി ലോർഡ്. ഓ, അവരൊക്കെയോ, അവർ നമ്മളെക്കാൾ മുന്നല്ലയോ, അവരെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങ് സങ്കടമോ, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഇന്ന് പകൽക്കാലം പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളും ഉടയ്ക്കപ്പെടട്ടെ എന്ന ദൈവനാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടെ നമുക്കൊന്ന് മുന്നേറാം. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെയാ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സമർപ്പണമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 39:1 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. എങ്ങനെയാ? ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വായ കടിഞ്ഞാനിട്ട് മുറുക്കണം. എന്റെ പ്രിയരെ, അതാണ് ഏറ്റവും വലിയ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ സഹോദരിമാർക്കൊക്കെ, ചിലരൊക്കെ പറയാറുണ്ട് കഴുത്തിന് ചുറ്റും നാക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ഒരു നാക്കേ ഉള്ളൂ, ഒരു വ്യക്തിക്ക് ഒറ്റ നാക്കേ ഉള്ളൂ. പക്ഷേ കഴുത്തിന് ചുറ്റും നാക്കാണെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ റോഡിൽ ഇരുന്നു കൊണ്ട് ഒന്ന് നാക്ക് വളച്ചാ മതിയെന്നേ തിരുവനന്തപുരത്തിലിരിക്കുന്ന കുടുംബം തകരുവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സംസാരിക്കരുത്. ദൈവഹിതമല്ലാത്ത കാര്യമാണോ നാം സംസാരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരോടും പറയാറുണ്ട്, സംസാരിക്കുമ്പോൾ ഒന്ന് വേഗത കുറയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. നാം എന്താണ് പറയുന്നതെന്നൊന്ന് ചിന്തിച്ച് അതിനുശേഷം സംസാരിക്ക്. അതിനെന്താ കുഴപ്പം? സമയം ഇഷ്ടംപോലില്ലേ? ദൈവ പൈതലേ, ആകയാൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഉണർന്നിരിക്കുന്നവർ നാവിനെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വരുന്നു പ്രിയരെ. ഹല്ലേലൂയ. ആകയാൽ നാം എന്ത് ചെയ്യണം? ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി നിൽക്കുന്നു. പ്രിയരെ, ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന, ലോകത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ആയിരം വിശുദ്ധന്മാർ, പ്രൈസ് ദി ലോർഡ്, വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുവാൻ പോകുന്നു. എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദൈവമക്കളെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുവിന്റെ വരവ്, യേശു പാപഭാരം വഹിച്ച് മാനവ ജാതിക്ക് യേശുവിന്റെ മരണം ഒരു പ്രായശ്ചിത്തമായി മാറി നൽകി. പ്രൈസ് ദി ലോർഡ്. സൗമ്യനായി, മുൾക്കിരീടധാരിയായി, ആമേൻ, എളിയ ദാസനായി കാണപ്പെട്ടു. എന്നാൽ രണ്ടാം വരവിലോ യഹൂദ ഗോത്രത്തിലെ സിംഹമായി, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വൻകിരീടധാരിയായി, ശക്തിയുള്ള രാജാവായി, ഇരുമ്പ് കോൽ കൊണ്ട് ഭരിക്കുന്ന, ഹല്ലേലൂയ, ഒരു ന്യായാധിപനായി, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ന്യായം വിധിക്കുന്നവരായി എന്റെ കർത്താവ് വരാൻ പോകുന്നു. ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് എന്റെ കർത്താവിനെ അത് സ്തുതിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ? എത്ര പേർ എന്റെ കർത്താവിന്റെ കാഹളം ഇന്ന് ധ്വനിച്ചാൽ എന്റെ കർത്താവിനോട് കൂടെ ഞാൻ പോകും? എത്ര പേർക്ക് നിശ്ചയമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇനി നടക്കുവാനിരിക്കുന്ന ഒരു മഹാസംഭവം. അതെന്താണെന്നറിയാം? കൊറോണ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കും കൊറോണ വന്ന് ലോകം മുഴുവൻ അങ്ങ് നശിച്ചു, ജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഇതൊക്കെയാണ് വലിയ സംഭവം. ഇതൊന്നുമല്ല വലിയ സംഭവം. പ്രിയരെ, എന്റെ കർത്താവിന്റെ വരവാണ് ലോകത്തിലെ ക്രൈസ്തവ ജനതയുടെ മുൻപിൽ ഉള്ള ഏറ്റവും വലിയ ഒരു സംഭവം, ഒരു മഹാസംഭവം. അത് എന്റെ കർത്താവിന്റെ വരവാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അല്പമായി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഒരേ കൂരയ്ക്കുള്ളിൽ കിടന്നുറങ്ങുന്ന രക്ഷിക്കപ്പെട്ട ആളിനെ എന്റെ കർത്താവ് എടുത്തുകൊള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ആൾ കർത്താവിനോട് കൂടെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. യാത്ര ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ആൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിനോട് കൂടെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അവരുടെ ജീവിതമോ അവർ തള്ളപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. അതെന്താണെന്ന് അറിയാമോ? എന്റെ യേശു കർത്താവിന്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശു കർത്താവിന്റെ വരവാണ്. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എന്റെ കർത്താവേ, അകപ്പാ, ഇന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞാൻ നോക്കിയിരിക്കുക കർത്താവേ. ആ കാഹളത്തിന്റെ ശബ്ദം കേട്ടാലുടൻ ഞാനും അപ്പന്റെ കൂടെ വരുമെന്ന് എത്ര പേർക്ക് നിശ്ചയമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ വരവാണത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇപ്പോൾ എത്രയോ അനിഷ്ട സംഭവങ്ങളല്ലേ ദൈവമക്കളെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരം. മനുഷ്യൻ അതെ കൊലപ്പെടുത്തി, മുറിവേൽപ്പിച്ച്, കണ്ടം തുണ്ടമായി വെട്ടി നശിപ്പിച്ച്, അത് പാക്ക് ചെയ്ത് അതിനു മുൻപായി കുറച്ച് മാറ്റിവെച്ച് അത് വേഗം വെച്ച് അല്ലെങ്കിൽ അത് ഭക്ഷിച്ച് തിന്നുന്ന ഒരു ലോകത്തിലല്ലേ എന്റെ പ്രിയരെ നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്? അതിന് പല ഇടങ്ങളിലായിട്ട് അതെ കുഴിച്ചിടുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ ലോകം. എന്റെ പ്രിയരെ, മനുഷ്യൻ നരഭോജികളായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? യേശുവിന്റെ വരവ് സമീപമായി. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? സഹോദരനെ, സഹോദരിയെ, യേശു കർത്താവിന്റെ വരവ് സമീപമായി. കൈവിടപ്പെട്ടു പോകരുത്. അതോ നീ ഉറക്കത്തിലാണോ? നീ മയക്കത്തിലാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദൈവ പൈതലേ 24-ന്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നാം പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ സഹോദരനെ, എന്റെ സഹോദരിയെ കർത്താവ് വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ എന്റെ കർത്താവേ, എനിക്ക് അല്പം കൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അല്പം കഴിഞ്ഞു വന്നാൽ മതിയെന്ന് പറയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ, ഒരു റെക്കമെൻഡേഷനോ, ഒരു രാഷ്ട്രീയക്കാർക്കോ, ഒരു മനുഷ്യനും, ഒരു വ്യക്തിക്കും കർത്താവിന്റെ നാളിനെ തടുത്തു നിർത്തുവാൻ കഴിയുന്നതല്ല.
സഹോദരനെ, സഹോദരിയെ, കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ? നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണോ? അതോ ഹല്ലേലൂയ ഈ മനുഷ്യരുടെ മുൻപിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഇന്നൊക്കെ എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവദാസിമാർ ഈ ലോകത്തിൽ എത്രയോ പേരുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. എന്റെ ദൈവ പൈതലേ, എന്റെ കർത്താവ് ന്യായം വിധിക്കുന്ന ദൈവമാണെന്നേ. ഹല്ലേലൂയ കർത്താവിന്റെ മുൻപിൽ മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ് അവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ, ആകയാൽ സ്നേഹിത ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, വീര്യപ്രവർത്തികൾ ചെയ്തവർ, കർത്താവിന് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞവർ, ആരാധനയ്ക്ക് പോകാതിരുന്നവർ, ദശാംശം കൊടുക്കാതിരുന്നവർ, ഹല്ലേലൂയ സഹോദരനെ ഉപദ്രവിച്ചവർ, സഹോദരന്റെ വസ്തു പിടിച്ചു പറിച്ചവർ, വൃത്തികേടുകൾ പറഞ്ഞവർ, ലോകം ഹല്ലേലൂയ ദൈവ പൈതലേ ലോക മോഹങ്ങളിലും ജഡീക സുഖങ്ങളിലേക്കും ഇറങ്ങിപ്പോയവർ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ് ഒരുങ്ങിയിട്ടില്ലാത്തവർ, പ്രിയ ദൈവ പൈതലേ, അവരിലെ അശുദ്ധി നിമിത്തം, അവരിലെ അവിശ്വസ്തത നിമിത്തം ആ ദിവസത്തിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഹല്ലേലൂയ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് എന്റെ കർത്താവ് പറയുന്നതിൽ പരം എന്ത് ദുരന്തമായി എന്റെ പ്രിയരെ ക്രൈസ്തവ ലോകത്തിൽ ഇനി നടക്കുവാനുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ കൊറോണയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒന്നും അല്ല. എന്റെ പ്രിയരെ, എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എത്ര പേർ കൈവിടപ്പെട്ടു പോകുന്നു, എത്ര പേർ തള്ളപ്പെട്ടു പോകും. ഇതാണ് ദുരന്തം. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഇവിടെയുമായി ചെന്ന് ചോദിക്കും, നമ്മുടെ അന്നമ്മ കൊച്ചമ്മയെ കണ്ടില്ലല്ലോ, ആ ദൈവദാസനെ കണ്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരനെ, സഹോദരിയെ, എന്റെ യേശുവിന്റെ വരവ് സമീപമാണ്. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? ഹല്ലേലൂയ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കാഹളത്തിങ്കൽ കൈവിടപ്പെട്ടു പോകരുതേ സഹോദരങ്ങളെ. ആമേൻ. ദൈവജനമേ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു കാര്യം കൂടെ വ്യക്തമായി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ, ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പി. പ്രൈസ് ദി ലോർഡ്, ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പി. സ്നേഹിത, ആത്മീയ ഉറക്കം ആമേൻ ഉണ്ടായാൽ അത് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയാമോ? അത് പാപത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, പക്ഷേ എന്റെ മുൻപിൽ സമയം ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ശിംശോൻ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? കർത്തൃദാസന്റെ ജഡ കത്തിരിച്ചു കൊണ്ടുപോയപ്പോൾ ഈ ലോകമാകുന്ന ദലീലയുടെ മടിയിൽ താൻ തല വെച്ചുറങ്ങിയപ്പോൾ തന്റെ കൃപകൾ നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കൃപകളും വരങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുതേ. ആമേൻ, ഹല്ലേലൂയ. അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നാളുകളായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ദേശമേ ഉണരുക, സഭയെ ഉണരുക, എന്റെ കർത്താവ് വന്നു. ഹല്ലേലൂയ, കർത്താവ് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുറച്ചുകൊണ്ട് ഈ നാളുകളായി കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാൻ ദൈവമക്കളെ, ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജാഗ്രതയോട് ജീവിക്കണം. പിശാചിന് അടിമപ്പെട്ടു പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരായി തീരരുതേ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഉണർന്നിരിക്കുക, ഉറങ്ങുന്നവരായി തീരരുതേ. നമ്മുടെ ആത്മീക ജീവിതം മയക്കത്തിലാകരുതേ, ഉറക്കത്തിലാകരുതേ. ദൈവ പൈതലേ, ഉണർന്നുകൊള്ളുക. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ് അപ്പ എന്താ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കേട്ടതായി ഈ വചനം കർത്താവേ, ഞങ്ങളുടെ ആത്മീയ
ആത്മീക ജീവിതത്തെ ഒരു പടി കൂടെ കർത്താവിന്റെ സന്നിധിയിൽ അപ്പാ ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ എന്റെ ദൈവം ഞങ്ങളോട് ഇടപെട്ടാട്ടെ. ഇന്ന് വചനം കേട്ടവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് അടിയൻ വിശ്വസിക്കുകയാണ് കർത്താവേ. കേട്ടവരിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ, ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ആരെങ്കിലും യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് അറിയാത്തവർ വചനം കേൾക്കുന്നു എങ്കിൽ കർത്താവേ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ജീവനുള്ള വചനം അവരിൽ കർത്താവ് ഒരു വലിയ വ്യത്യാസത്തെ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവിന്റെ വരവിങ്കിൽ ഞങ്ങൾ എല്ലാവരും എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ അപ്പാ. വചനത്തിൽ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ കർത്താവ് സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ റേച്ചൽ സിസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഇതിനൊക്കെ മുൻപ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പെടുമെന്ന് എനിക്കതിന് പറ്റിയിരുന്നില്ല, സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു വചന സന്ദേശം നൽകുവാൻ തക്കവണ്ണം ദൈവം എനിക്കിടയാക്കിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കെപ്സയേൽ എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ കർത്താവ് മേന്മേലും അനുഗ്രഹിക്കട്ടെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതുവരെയിലും വീക്ഷിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ എന്റെ അഡ്മിന്മാർ, എന്റെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർക്ക് പ്രിയരെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ദിനവും ആത്മീക മന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദയവായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഉണർന്നിരിക്കുക, കർത്താവിന്റെ വരവ് സമീപമായി. ഈ വചനങ്ങളാൽ ദയവായി കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.